ഹായ്, നമുക്കൊരു കരിമീൻ കറി വെച്ചാലോ. ആദ്യം നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം ഇട്ടു, അത് കഴിഞ്ഞ് സവോള ഒരു കഷ്ണം ഇട്ട് കൊടുത്തു, 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴരണേ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ നോക്കും. കരിമീൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് സ്വല്പം മുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഇഞ്ചി ഉള്ളിയും പച്ചമുളകും കൂടെ നല്ല വഴന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് 2 കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത് നന്നായിട്ട് മൂക്കണം കേട്ടോ. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരമുറി തേങ്ങയുടെ 2-ാം പാല്, 2-3 കഷ്ണം കുടംപുളി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. അതായത് വഴറ്റിയ അതിനകത്തേക്ക് 2-ാം പാലൊഴിച്ച നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കരിമീൻ കഷ്ണങ്ങൾ, ഷാലോ ഫ്രൈ ചെയ്ത കരിമീൻ കഷ്ണങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടാത്തവർ ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ച് വെക്കാം. ഇനി ഇതിന് പുളി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ചുറ്റിക്കുവാണ് ഒന്നുകൂടെ ബുദ്ധി, പൊടിയാതിരിക്കും. അപ്പം നമ്മുടെ ടേസ്റ്റി കരിമീൻ കറി റെഡിയായി. എന്ത് പേര് വേണമെങ്കിൽ നമുക്ക് ഇട്ട് വിളിക്കാം. പക്ഷെ ഇതൊരു ടേസ്റ്റി കറിയാണെന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. നല്ലൊരു കറിയാണ്. ഇനിയൊരു ഫിനിഷിംഗ് ടച്ചുണ്ട്. 2 കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുക, വെതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ലേശം വെളിച്ചെണ്ണ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വെച്ച് കൂട്ടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.